നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. കാനഡ പൊരുതി നോക്കി സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 150 റൺസൊക്കെ അടിക്കുക എന്ന് പറഞ്ഞാൽ കാനഡയെ പോലൊരു ടീമിന് വലിയ കാര്യമാണ്. പക്ഷേ സൗത്ത് ആഫ്രിക്കയുടെ കരുത്തിന് മുന്നിൽ അവർക്ക് വിജയം കാണാൻ പറ്റുമായിരുന്നില്ല. സൗത്ത് ആഫ്രിക്ക തങ്ങളുടെ T20 വേൾഡ് കപ്പിൽ ആദ്യ മത്സരം 57 റൺസിൻ്റെ തകർപ്പൻ ജയം സ്വന്തമാക്കിയിരിക്കുന്നു. ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക നിശ്ചിത 20 ഓവറുകളിൽ 4 വിക്കറ്റിന് 213 റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ 20 ഓവറിൽ 8 വിക്കറ്റിന് 156 റൺസാണ് കാനഡ അടിച്ചത്. ഏതായാലും സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി മിന്നും തുടക്കമാണ് അവരുടെ ഓപ്പണർമാരിട്ടത്. QDKയും എയ്ഡൻ മൾക്രമും ചേർന്നുകൊണ്ട് 7ാമത്തെ ഓവറിൽ അവർ വഴിവെരിയുമ്പോൾ 70 റൺസ് സ്കോർ ബോർഡിൽ കുറിച്ചിരുന്നു. 22 പന്തിൽ നിന്ന് 2 ഫോറുകളുടെ സഹായത്തോടെ 25 റൺസ് അടിച്ച QDKയാണ് ആദ്യം മടങ്ങിയത്. എന്നാൽ എയ്ഡൻ മൾക്രം പൊളിച്ചടുക്കിയ ബാറ്റിംഗ് കാഴ്ചവെച്ചത്. 32 പന്തിൽ നിന്ന് 10 ഫോറും ഒരു സിക്സും അടക്കം അദ്ദേഹം 59 റൺസ് അടിച്ചപ്പോൾ റിയാൻ റിക്കിൾട്ടൺ 21 പന്തുകൾ 3 ഫോറും ഒരു സിക്സും അടക്കം 33 റൺസിൻ്റെ മികച്ച ഇന്നിങ്സ് കളിച്ചു. അതേസമയം ബ്രവിസ് 6 റൺസുമായിട്ട് നിരാശപ്പെടുത്തിയെങ്കിലും ഡേവിഡ് മില്ലറും ട്രിസ്റ്റൻ സ്റ്റെപ്സും ചേർന്നുകൊണ്ട് വെടിക്കെട്ട് ഫിനിഷിംഗാണ് നടത്തിയത്. 23 പന്തിൽ നിന്ന് ഒരു ഫോറും 3 സിക്സും അടക്കം മില്ലർ 39 റൺസ് അടിച്ച് പുറത്താകാതെ നിന്നപ്പോൾ സ്റ്റെപ്സ് 19 പന്തിൽ നിന്ന് 2 ഫോറും 2 സിക്സും അടക്കം 34 റൺസ് അടിച്ച് പുറത്താകാതെ നിന്നു. അതേസമയം കാനഡയ്ക്ക് വേണ്ടി അൻഷ് പട്ടേൽ മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞു. 4 ഓവറിൽ 31 റൺസ് അദ്ദേഹം 3 വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു. 214 അതൊരു വമ്പൻ സ്കോറാണ് കാനഡയെ സംബന്ധിച്ചിടത്തോളം. ആ ടാർഗറ്റിലേക്ക് എത്തുക എന്നുള്ളത് അവർക്ക് എളുപ്പമായിരുന്നില്ല. പ്രത്യേകിച്ച് തുടക്കത്തിൽ അവരുടെ ബാറ്റർമാരെ നിരാശപ്പെടുത്തുകയും ചെയ്തു. ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ അവർക്ക് ഓപ്പണർ ദിൽപ്രീത് ബജ്വയെ നഷ്ടമായി. ഗോൾഡൻ ഡക്കായിട്ട് മടങ്ങി. സഹ ഓപ്പണർ യുവരാജ് സംറ 8 പന്തിൽ നിന്ന് 12 റൺസ് അടിച്ച് മടങ്ങി. തൊട്ടു പിന്നാലെ തന്നെ നിക്കോളാസ് കേർട്ടൻ വെറും 4 റൺസായിട്ട് പോയി. ഒപ്പം തന്നെ വിക്കറ്റ് കീപ്പർ ശ്രേയസ് മോവ വെറും 9 റൺസ് അടിച്ചു പോയി. അതേസമയം ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് മികച്ച ഇന്നിങ്സ് കളിച്ചു നവനീത് ദലിവാൽ. അദ്ദേഹം 49 പന്തിൽ 7 ഫോറും ഒരു സിക്സറും അടക്കം 64 റൺസ് അടിച്ചു. അതുപോലെ തന്നെ ഹർഷ് ടാക്കർ മികച്ച രൂപത്തിൽ തന്നെ 29 പന്തുകൾ 2 ഫോറും 2 സിക്സും അടക്കം 33 റൺസും അടിച്ചു. അങ്ങനെയാണ് 150 കടന്നത്. 156 റൺസാണ് ഇപ്പോൾ കാനഡ നേടിയത്. ലുങ്കി എങ്കേഡി 4 ഓവറിൽ 31 റൺസിന് 4 വിക്കറ്റ് എടുത്ത് മികച്ച പ്രകടനം നടത്തിയപ്പോൾ മാർക്കോ എൻസൺ 2 വിക്കറ്റ് എടുത്തു. കാക്കിസോ റബാദക്കും കോർവിൻ ബോഷിനും ഓരോ വിക്കറ്റുകളും ലഭിച്ചു. എന്തായാലും സൗത്ത് ആഫ്രിക്ക 57 റൺസിൻ്റെ ഗംഭീര വിജയത്തോടുകൂടി T20 വേൾഡ് കപ്പിന് തുടക്കമിട്ടിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.